ഹേ ഗായ്സ്, ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലത്തെ കാലിക്കുപ്പികൾ, നെയ്യും എണ്ണയൊക്കെ പറ്റിയ. ഒരിക്കലും നമ്മൾ സാധാ ഡിഷ് വാഷ് ഇട്ട് കഴുകിയാലൊന്നും പോവില്ല, ഇങ്ങനെ എണ്ണമയമൊക്കെ ഉണ്ടാവും. അപ്പം അതെങ്ങനെ എളുപ്പത്തിൽ പോക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ചെയ്യേണ്ടത് നല്ല ചൂടായ വെള്ളം കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം എടുക്കരുത് കേട്ടോ. നല്ല ഒന്ന് ചൂടായ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഇത്ര അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ നമ്മൾ ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഫെയറിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പേപ്പറിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ വേണ്ടത്. ന്യൂസ് പേപ്പറിൻ്റെ പീസ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ചധികം പേപ്പറിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുപ്പി നമുക്ക് നന്നായിട്ടൊന്ന് കുലുക്കാം. ഇത് കുറേ തവണ കുലുക്കൊന്നും വേണ്ട കേട്ടോ, വെറും 2 തവണ കുലിക്കാൽ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിലെ നെയ്യൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര പെട്ടെന്ന് ആ കുപ്പീൻ്റെ ഉള്ളിലെ നെയ്യ് പോയതെന്ന്. കണ്ടോ, ഉള്ളിലെ നെയ്യൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ സ്മെല്ല് ചെയ്യുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഇട്ടിട്ട് ഒന്ന് കുലിക്കാൻ മതി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുണി വെച്ചിട്ടൊന്ന് കഴുകിയാൽ മതി കേട്ടോ. പക്ഷേ ആ നെയ്യിൻ്റെ അംശമൊക്കെ പോയതുകൊണ്ട് തന്നെ നല്ലൊന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ താങ്ക്